വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി MK ഭാസ്കരൻ വടകര RDOക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വടകര RDO അജീഷ് കെക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളായ MK ഭാസ്കരൻ, മനയത്ത് ചന്ദ്രൻ, TP ബിനീഷ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. തികഞ്ഞ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ തീർച്ചയായും പിണറായി വിജയൻ സഖാവിൻ്റെ മൂന്നാമത് ടേമിലുള്ള ഈ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റിൽ മുഴുവനായി ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജനങ്ങൾക്ക് ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഗവൺമെന്റ് നടത്തിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ജനങ്ങളെ എത്തിക്കാൻ സാധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ആ നിലയിൽ ഇടതുമുന്നണി ഈ സംസ്ഥാനത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലത്തിലും വിജയിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി വടകര മണ്ഡലത്തിലും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകും. നമുക്കറിയാം, നിലവിലുള്ള MLA വരുന്നതിന് മുമ്പേ CK നാണൂട്ടനായിരുന്നു വടകരയിലെ MLA. ആ വികസന പ്രവർത്തനം സംബന്ധിച്ച് നടത്തിയ വിഷൻ 2030 എന്ന സെമിനാറും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിന്റെ തുടർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഈ സിറ്റിംഗ് MLA എന്ന നിലയ്ക്ക് അവരുടെ പരാജയം. ഏതൊരു വികസന പ്രവർത്തനവും ഏതൊരു ജനപതിയും വരുമ്പോൾ അതിന്റെ തുടർച്ചയുണ്ടാവും. ആ തുടർച്ച ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കരുത്തോടു കൂടിയും കൂടുതൽ ആവേശത്തിലും ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നതിനാണ് ഞങ്ങളുടെ വിശ്വാസം. നല്ല രൂപത്തിലുള്ള പ്രചരണം ആരംഭിച്ചു. ഇലക്ഷന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇന്ന് നോമിനേഷൻ കൊടുത്തു. അതിനു മുമ്പേ തന്നെ വടകരയിൽ ഞങ്ങൾ റോഡ് ഷോ നടത്തി, ആവശ്യമുള്ള ബോർഡ് സ്ഥാപിച്ചു. ഓർക്കാട്ടിൽ റോഡ് ഷോ മെന്നാന്ന് നടത്തി. നല്ല രൂപത്തിലുള്ള പ്രചരണം. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏറ്റെടുത്ത തരത്തിലാണ് അവരുടെ പോസിറ്റീവായിട്ടുള്ള സമീപനത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.